എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കുടുംബശ്രീ കുടുംബമേളയിലേക്ക് വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം. ഏതായാലും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ പോലെ തന്നെ ഇപ്പോഴും മുനമ്പം ബീച്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. മുനമ്പം ബീച്ചിന്റെ ഈ മനോഹരമായ കടൽ തീരത്താണ് ഇന്ന് നമ്മുടെ കുടുംബശ്രീ കുടുംബമേളയുടെ ഈ എപ്പിസോഡ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്തപ്പോഴും ഇവിടെ കണ്ട ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ക്ലൈമറ്റ് ചേഞ്ച് ആവും. തീർച്ചയായിട്ടും മുനമ്പത്തിന്റെ ഒരു പ്രത്യേകതയാണ് മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് കാലാവസ്ഥ മാറി വരുന്നത്. നമ്മൾ നിന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു, നമുക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത ഒരു വെയിലത്ത് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ. ഏകദേശം ഒരു 3 മണിക്കൂറോളം കണ്ടിന്യൂസ് മഴയായിരുന്നു. അപ്പോൾ അതും ഈ നാടിന്റെ അല്ലെങ്കിൽ ഈ ബീച്ചിന്റെ ഒരു പ്രത്യേകതയാണ്, മിനിറ്റുകൾ കൊണ്ട് കാലാവസ്ഥയൊക്കെ മാറി മറിയുന്നത്. എന്തായാലും മുനമ്പത്തുള്ള കുടുംബശ്രീയിലുള്ള കുറേയധികം മിടുക്കിമാരായിട്ടുള്ള ചേച്ചിമാർ ഗെയിമിൽ പങ്കെടുത്തു. വളരെ രസകരമായിരുന്നു അവരുടെ അനുഭവങ്ങൾ. പള്ളിപ്പുറം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ കുടുംബശ്രീ അംഗങ്ങളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. എന്തായാലും ഇന്ന് മുളവുകാട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ മിടുക്കിമാരായിട്ടുള്ള കുറേ ചേച്ചിമാരാണ് ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ ചെയർപേഴ്സണും കൂടി എത്തിയിട്ടുണ്ട്. ആ ചെയർപേഴ്സണെ വളരെയധികം സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോണിയ ആന്റണിയെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബശ്രീയുടെ പരിപാടികളെ കുറിച്ചിട്ട് പറയാം. അതെ, എന്തൊക്കെ പദ്ധതികളാണ് നിങ്ങൾ പൊതുവെ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അംഗങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ? മുളവുകാട് പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു 230 കുടുംബശ്രീകളോളം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൽ തന്നെ ഒരു 4000 അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരിപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കാറ്ററിംഗ്, അച്ചാറ്, പലഹാരം യൂണിറ്റുകൾ, ചെറിയ ചെറിയ ഹോട്ടലുകൾ, പിന്നെ മൊബൈൽ കാറ്ററിംഗ് യൂണിറ്റുകൾ, ഗാർമെന്റ്സ്, അങ്ങനെയുള്ള ഒട്ടേറെ പദ്ധതികൾ. പ്രധാനമായിട്ട് ഫുഡടിയാണല്ലേ? അതെ അതെ. എങ്ങനെയാണ് പൊതുവെ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് എങ്ങനെയാണ് പൊതുവെയുള്ള ഒരു റിവ്യൂസ്? എങ്ങനെയാ? നല്ല അഭിപ്രായം ആണല്ലേ. പിന്നെ ഇവർക്ക് ബാങ്കുമായി നമ്മൾ ലിങ്ക് ചെയ്തിട്ട് ലിങ്കേജ് വായ്പ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ ഒരു സാമ്പത്തിക വർഷം 4 കോടി രൂപയോളം കുടുംബശ്രീ അംഗങ്ങൾ ലിങ്കേജ് വായ്പ ഇനത്തിൽ കൈപ്പറ്റി. ഇതൊക്കെ തിരിച്ചെടുക്കാറുണ്ടോ? തിരിച്ചെടുക്കും. നിങ്ങളുടെ മീറ്റിങ്ങിനൊക്കെ ഭയങ്കര ഫുഡടിയാണെന്ന് പറയണ ശരിയാണോ? കുഴപ്പമില്ല, അത്യാവശ്യം. അല്ല, നിങ്ങളുടെ പ്രധാന പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാറ്ററിംഗ് യൂണിറ്റ്, ഹോട്ടല്, എല്ലാം ഭക്ഷണമായിട്ടാണല്ലോ. അതെന്താ പ്രത്യേകത? നിങ്ങളുടെ അത്രയും നല്ല കൈപ്പുണ്യമുള്ള ആളുകളുണ്ടോ? കാരണം കുടുംബശ്രീ അംഗങ്ങളുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിച്ച് കഴിക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുവെ എങ്ങനെയാണ് റിവ്യൂസ്? ഏറ്റവും നല്ലതാന്ന് ആൾക്കാർ പറയുന്ന പലഹാരം അല്ലെങ്കിൽ എന്താണ് ഏറ്റവും നല്ലതാന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ? ഇപ്പം ഞങ്ങളുടെ തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ മത്സ്യവിഭവങ്ങൾ, മീൻകറി, മീൻ വറുത്തത്, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ. പുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള മീൻ വറ്റിച്ചതൊക്കെ നല്ല രസമായിരിക്കും അല്ലേ? പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും പ്രത്യേകതരം ഭക്ഷണം ഉണ്ടോ? ചെമ്മീൻ അച്ചാറുകൾ, പിന്നെ കാടമുട്ട അച്ചാറുകൾ, അതൊക്കെ ഉണ്ട്. കാടമുട്ട അച്ചാറും ചെമ്മീൻ അച്ചാറും ഒക്കെയാണ് ഈ നാടിന്റെ ഒരു സ്പെഷ്യൽ. കാടമുട്ട അച്ചാർ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഏതായാലും താങ്ക് യു സോ മച്ച്, ഇത്രയും പേരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഞങ്ങളോട് സഹകരിച്ചതിന്. അപ്പൊ ഗെയിമിൽ കംപ്ലീറ്റ്ലി പ്രസൻസ് വേണം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ വൈസ് ചെയർപേഴ്സണ് നല്ലൊരു കൈ വരട്ടെ. നല്ലൊരു കൈ. എന്തായാലും ഇനി ജോ, നമ്മൾ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ ഒരാളെ പരിചയപ്പെടുത്തണമെന്ന് ഭയങ്കര ആഗ്രഹം. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് പറയാം. അത്
അമ്മയാണ്. ഞങ്ങളിവിടെ വന്ന് നിന്നപ്പോഴേ ഞാൻ എന്തോ ഷൂട്ടിൻ്റെ എന്തോ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അമ്മ ചോദിച്ചൊരു ചോദ്യം ഞാൻ കേട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെയിം എന്ന്. സത്യമായിട്ട് മിടുക്കിയാണ് ഈ അമ്മ. അമ്മണി ചേച്ചിക്ക് ഒരു നല്ല കൈയടി കൊടുക്കും. അടിപൊളി കൈയടി. ഇനി നമ്മൾ മത്സരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. മത്സരത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പോകുന്നത് നമ്മൾ ഈ നമ്മുടെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ബക്കറ്റുകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഗസ് ചെയ്യിപ്പിച്ചാലോ ഇവരെന്താ വിചാരിക്കുന്നത്? എന്ത് ഗെയിം ആയിരിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? എന്ത് ഗെയിം ആയിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കുരുഴിക്കാന്നായിരിക്കാം ചിലപ്പോ. എങ്ങനെ വെള്ളം കുരുഴിക്കും? കോഴി കപ്പ് കൊണ്ട് പോരാന്ന് ഇറക്കണം. ആദ്യം അത് എളുപ്പല്ലേ? എളുപ്പമായി പോവില്ലേ? ഏതായാലും നിങ്ങൾ ഊഹിച്ചത് ഏകദേശം ശരിയാണ്. പക്ഷെ അതിൽ 1-2 വ്യത്യാസങ്ങൾ കൂടി ഉണ്ട്. പേര് പറഞ്ഞു നോക്കൂ ജോ. ആദ്യം നമുക്ക് ഗെയിമിന്റെ പേര് പറയാം. കടൽ വെള്ളം പറ്റിക്കുക. കടൽ വെള്ളം വറ്റിക്കുക ഇതാണ് മത്സരത്തിന്റെ പേര്. നമ്മൾ ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ബക്കറ്റിൽ 4 കപ്പുകൾ 4 മഗ്ഗുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 8 പേരെയാണ് ഇത്രയും ആളുകളിൽ നിന്ന് 8 പേരെയാണ് ഈ മത്സരത്തിൽ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു യെല്ലോ നിറത്തിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു കൊടി ഉണ്ടോ? കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ നിന്ന് ഈ കപ്പുമായി പോയിട്ട് കടൽ വെള്ളം ഓരോ കപ്പിലെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അടുത്തുള്ള ആളുടെ കപ്പിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. ഒരു ടീമിൽ 4 പേരാണ് ഉണ്ടാവുക. അങ്ങനെ അത് പാസ് ചെയ്തിട്ട് ഈ ബക്കറ്റ് ഏത് ആൾ അല്ലെങ്കിൽ ഏത് ടീമാണോ ആദ്യം അത് നിറയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഡയറക്റ്റ് ആക്ട് കൊണ്ടൊന്നും ഒഴിക്കരുത്. ഓരോ ആളുകൾ പാസ് ചെയ്താണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഇത് നിറയ്ക്കണം. ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ലേ? തെറ്റിയിരുന്ന് പോയാൽ ഞങ്ങൾ രക്ഷിച്ചോളാം. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലേ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. വീട്ടിൽ നിന്ന് പോന്നേക്കണ നമ്മളോട് മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ മുനമ്പത്തെത്തി വായിച്ചു കഴിഞ്ഞാല് ചിലപ്പോ ഫ്ലവേഴ്സ് ഇവിടെ കൂടെ ഞങ്ങൾ പോരേണ്ടി വരും. അതിന് നമുക്ക് ആൾക്കാരുണ്ട് ഇവിടെ, കുഴപ്പമില്ല. നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിഷൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും മത്സരത്തിൽ പങ്കെടുക്കാൻ ധൈര്യം ഉള്ള ആളുകൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്യും. എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ചെയർപേഴ്സനെ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. സോണിയ ആന്റണിക്ക് നല്ലൊരു ഗൈഡ് വരട്ടെ. വോളണ്ടിയർ ചെയ്ത് 8 പേര് വരുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഓക്കെ, പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ഒരു ടീമായിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ എത്തി 1 2 3 4 5 6 7 8. അപ്പൊ 4 അല്ലെങ്കിൽ നിങ്ങൾ 4 പേരുള്ള ഒരു ടീമായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളവർ തമ്മിലൊരു ടീമാവാം. ഓക്കെ, എന്തായാലും നിങ്ങൾ ഈ സൈഡിലേക്ക് വാ. ഓക്കെ, എന്തായാലും മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് 8 പേര് റെഡിയായി വന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഇവരൊന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞേ. ഷിജിത. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്. അപ്പൊ പ്രവർത്തനങ്ങളൊന്നുമില്ലേ ഈ കുടുംബശ്രീയുടെ? പ്രവർത്തനങ്ങളുണ്ട്, പ്രസിഡന്റ് ആണ്. ആഹാ, എന്നിട്ടാണ് ഹൗസ് വൈഫ് എന്ന് പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്? ഷൈജ. എവിടെയാണ് സ്ഥലം? മുളവാട്. എന്താണ് പേര്? ഷീജ അർജുനൻ. ഹലോ, ഞാൻ ടെൻസി ജൂഡ്സൺ. ആദ്യമായിട്ട് എനിക്ക് ഫ്ലവർ ചാനലിനോട് വളരെയധികം നന്ദിയുണ്ട്. ഫ്ലവേഴ്സ് കാരണം ആദ്യമായിട്ട് തന്നെയാണ് ഞങ്ങളുടെ കുടുംബശ്രീയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് തന്നെ, ഈ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ പേര് ശൈല ഗോപകുമാറാണ്. ഞാൻ 10ാം വാർഡിലെ ADS കൂടിയാണ്. 12 വർഷമായി ഒരു ചൈതന്യ യൂണിറ്റിലെ സെക്രട്ടറിയും കൂടിയാണ്. എന്താ ചേച്ചിയുടെ പേര്? ഷൈബി സോമൻ, ബോൾഗാട്ടി ജംഗ്ഷൻ. എൻ്റെ പേര് റീന കിഷോർ. ഞാൻ 12ാം വാർഡ് ADS ആണ്. ഞാൻ ഉഷസ് കുടുംബശ്രീയിലെ ഒരു പ്രവർത്തകയാണ്. ഇനി അടുത്ത ആള് എൻ്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞു, അതെ ഗെയിമിന്റെ ചെറിയ ക്ലൂ ഒക്കെ തരണം കേട്ടോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ആ ക്ലൂ ഒക്കെ ഉണ്ട്, നീന്താനൊക്കെ അറിയില്ല. അയ്യോ, നീന്താൻ അറിയില്ല. അപ്പൊ നമുക്ക് ചോദിക്കാം. ഇപ്പൊ ഗെയിം മനസ്സിലായില്ലേ? പേരെന്താണ്? മേരി ജോൺസൺ, ബോൾഗാട്ടിന്ന്. അപ്പൊ ശരി, അപ്പൊ എന്തായാലും എല്ലാവരും പരിചയപ്പെടുത്തൽ ഒത്തിരി സന്തോഷം. എന്തായാലും മത്സരം ആരംഭിക്കാൻ പോവാണ്. 8 പേർക്കും 4 പേര് ഉള്ള 2 ടീമുകൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. വളരെയധികം ശ്രദ്ധിക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു ഇനി താഴേക്കെങ്ങാനും വീണ് പോയാലോ എന്ന് പറഞ്ഞുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ 2 ലൈഫ് ഗാർഡുകളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സുകുമാരൻ ചേട്ടനെയും മിജോയിനെയും വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു പേടിയും നിങ്ങൾക്ക് വേണ്ട. എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റുകയോ താഴെ വീഴുകയൊക്കെ ചെയ്താലും അതിനുള്ള ആളുകളെ കൂടി ഞങ്ങൾ കരുതിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും മത്സരം ആരംഭിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് കപ്പ് മഗ് എടുത്തുകൊണ്ട് നിങ്ങൾ ആ മഞ്ഞ നിറത്തിലുള്ള ഒരു കൊടി കാണാം.
അതിൻ്റെ അപ്പുറത്ത് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വെള്ളം കളക്ട് ചെയ്യാം. അപ്പോൾ വെള്ളം എടുക്കേണ്ടത് ഒരാളാണ്. അതിനുശേഷം നിങ്ങൾ മറ്റാളുടെ മഗ്ഗിലേക്ക് പകർത്തി ഒഴിച്ച് ഈ ബക്കറ്റിൽ കൊണ്ടുവന്ന് വയ്ക്കണം. ആര് എവിടെ ഏത് പൊസിഷനിൽ നിൽക്കണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. പിന്നെ പൊസിഷൻസ് മാറ്റരുത്. ആരാണോ അറ്റത്ത് നിൽക്കുന്നത് അയാൾ തന്നെ അറ്റത്ത് നിൽക്കണം ഗെയിം കളയുന്നത് വരെ. ഓക്കെ, അപ്പൊ ഈ 8 പേർക്ക് നല്ലൊരു കൈയടി വരട്ടെ. നല്ലൊരു കൈയടി കൊടുക്കോ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇവരിൽ ആരാണ് വിജയം തീരുമാനിക്കുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ബീച്ചിന്റെ സൈഡിലാണ്, കടൽ കീറിക്കിടക്കുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വേണം നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ. അപ്പൊ നമുക്ക് റെഡിയല്ലേ? ഇനി 2 ടീമും പൊസിഷനിൽ നിന്നോളൂ. അപ്പൊ എന്തായാലും മത്സരം ആരംഭിക്കാൻ പോവാണ്. എല്ലാവരും അവരവരുടെ പൊസിഷനിൽ നിൽക്കുക. നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും ഈ മാർക്ക് കഴിഞ്ഞ് പുറത്തേക്ക് വരരുത്. വളരെയധികം ശ്രദ്ധിക്കുക. ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ആളുകൾ പ്രത്യേകം ആ യെല്ലോ നിറത്തിലുള്ള കൊടിയുടെ അപ്പുറത്ത് നിന്ന് മാത്രമേ വെള്ളം കളിക്കാൻ പാടുള്ളൂ. ഇത് പാസ് ചെയ്ത് ഈ ബക്കറ്റിലേക്ക് ഒഴിക്കാം. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നല്ലൊരു കൈയ്യടി വരട്ടെ. മത്സരം ആരംഭിക്കാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. എല്ലാവരും ഒരുമിച്ച് കൈയ്യടി വരട്ടെ. ഓ, ഓടിക്കോ. നല്ല കൈയ്യടി വരട്ടെ. താഴെ കളയരുത്. ഏറ്റവും വേഗത്തിൽ ആരാണോ ഏത് ടീമാണോ ഈ ബക്കറ്റ് നിറയ്ക്കുന്നത് അവർക്കാണ് സമ്മാനം. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന മാർക്ക് ക്രോസ് ചെയ്തിട്ടാലും കടലിറങ്ങി വളരെയധികം സൂക്ഷിക്കുക. ഫാസ്റ്റ് ആയിക്കോട്ടെ. സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. പെട്ടെന്ന് നല്ല കൈയടി. ഒരു പറയും അമ്മ നല്ല കൈയടി. ചെറുപ്പേഴ്സൺ മാത്രം കൈയടിക്കണില്ല. ആരാണ് നല്ല ഊർജ്ജമുള്ള ആരെങ്കിലും ഒരു പറയൂ. എല്ലാവരും ക്ഷീണിക്കാനില്ല. നല്ല എനർജി വരട്ടെ. ഓക്കെ, മത്സരം മുറുകുകയാണ്. ബക്കറ്റ് എവിടെ വരെ? വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഈ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത്. വേഗാവട്ടെ. 2 ബക്കറ്റിലും ഏകദേശം തുല്യമാണ് ഇപ്പോൾ വെള്ളമുള്ളത്. അപ്പൊ അതുകൊണ്ട് ആരും പുറകിലല്ല, കട്ടക്കാണ്. ഓക്കെ, മത്സരിക്കുന്നവര് ശ്രദ്ധിക്കുക. 2 ബക്കറ്റിലും ഒരുപോലെയാണ് വെള്ളം. നല്ല അടിപൊളി കൈയടി. സ്ലോ ആവണല്ലോ. അതെന്തുപറ്റി? തളർന്നു പോയോ? സ്ലോ ആവല്ലേ? നിങ്ങളുടെ വെള്ളം കുറവാട്ടോ. നിങ്ങളുടെ അതെ, നിങ്ങളുടെ 2 പേരും വെള്ളം കുറവാണ് ബക്കറ്റിലേ. ബക്കറ്റ് അല്ല, കപ്പിൽ വെള്ളം നിറച്ചെടുക്കൂ. നമുക്കിവിടെ ചോദിക്കാം, ഏത് ടീം ജയിക്കും എന്നാണ് വിചാരിക്കുന്നത്? ചോദിച്ചോളൂ. പറയൂ. അപ്പുറത്തെ ടീം ജയിക്കും എന്നാണ് തോന്നുന്നത് എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെ ചോദിക്കാം. ഭയങ്കര എനർജിയുള്ള കുടുംബശ്രീക്കാരാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവശതയല്ല. അതെ, അവശരായി. ഹോട്ടലിൽ നിന്ന് നല്ല തട്ട് കെട്ടിട്ടാ വന്നേക്കണത്. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് അപ്പുറത്തെ ടീം ജയിക്കും എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ജയിക്കുന്ന പറഞ്ഞിരിക്കണം. വേറൊരാൾ പറഞ്ഞത് 2 ടീമും ഒപ്പത്തിനൊപ്പം നിൽക്കും എന്നാണ്. ഷൈല. അങ്ങനെ ആവശ്യത തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഒരാൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഊർജ്ജമില്ലല്ലോ. വേഗായിക്കോട്ടെ. ബക്കറ്റിന്റെ 1/4 ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു വെള്ളം. അവസാന ഘട്ടത്തിലേക്ക് വരുവാണ്. വളരെ വേഗത്തിൽ. ഫാസ്റ്റ്. ഇങ്ങാട് ചെല്ലുന്നു. അങ്ങാട് പോകല്ലേ. എന്നെ കൊല്ലല്ലേ. അവിടുന്നോ പോകണ്ട. ഏകദേശം കട്ടിക്കെന്നിരിക്കുന്ന ബക്കറ്റിന്റെ 1/4 ഭാഗത്തില് ഒപ്പത്തിനൊപ്പമാണ് പോന്നിരിക്കുന്നത്. 2 ടീമും ഒട്ടും പുറകിലല്ല. വളരെ വാശിയോടുകൂടി മത്സരം പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി കൈയടിക്കൂ. അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മത്സരം. നന്നായി കൈയടിച്ചു. വേറെ പുറത്താൾക്കുമില്ല.
ഏകദേശം മത്സരം തീരാറായി. ഇനി എനിക്ക് തോന്നുന്നു ഒരു 4 or 5 കപ്പ് കൂടി ഉണ്ടെങ്കിൽ ആ ബക്കറ്റ് നിറയും. എനർജി ഒട്ടും കുറയണ്ട. വേഗത്തിൽ വേഗം വേഗം. വേറെ ആരുമില്ലേ? ഷൈബിക്കുള്ള ജൈവിളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അപ്പുറത്തെ ടീമിന്റെ ബക്കറ്റിലെ വെള്ളം ഓൾമോസ്റ്റ് ഫില്ലായി. ഒരു 2-3 കപ്പ് കൂടി മതിയായിരിക്കും. പെട്ടെന്ന് പെട്ടെന്ന്. ഓക്കേ, ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് വിജയിയെ കണ്ടെത്താൻ സാധിക്കും ഏത് ടീമാണെന്ന്. അയ്യോ വീണോ? ചാടി എഴുന്നേറ്റോ? ഒന്നും പോവല്ല. ചാടി എഴുന്നേറ്റോ? ഇപ്പൊ തീരും. ഇനി ആകെ 2-3 കപ്പ് കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഷൈബി ഒട്ടും മോശമല്ലട്ടാ. വെറുതെ അല്ല ഷൈബിക്ക് ജയ് വിളിച്ചത്. ഭയങ്കര എനർജിയാണ്. ഓടി ഊപ്പടളിയെങ്കിലും നിങ്ങളുടെ ടീം വിജയിച്ചു. എന്തായാലും ഷൈബിയുടെ ടീമിന് നല്ലൊരു കൈഡി. പക്ഷേ നിങ്ങളും ഒട്ടും മോശമൊന്നുമല്ല. ഒരു കപ്പ് കൂടി ഉണ്ടെങ്കിൽ ഇവരും വിജയിച്ചാൽ. ഒരു കപ്പ് കൂടി. അപ്പൊ അതായത് തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്നു. എന്തായാലും 2 ടീമുകൾക്കും നല്ലൊരു കൈഡി കൊടുക്കുക പ്ലീസ്. പങ്കെടുത്ത് എല്ലാവരും വരൂ. അപ്പൊ എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഈ മത്സരം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പൊ ഉഷസ് കാറ്ററിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ അവരാണ് ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത്. പക്ഷെ ഇവരും വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ മണലായതുകൊണ്ട് കാല് പെട്ടെന്ന് പൂഴ്ന്നു പോവുക, അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് എൻ ഈസി ടാസ്ക്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഇവർ ചെയ്തത്. 2 ടീമും ഒപ്പത്തിനൊപ്പമായിരുന്നു. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരാൾ വീണില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ടൈ. തീർച്ചയായിട്ടും. കാരണം ഒരു കപ്പിലെ വെള്ളം താഴെ പോയി. കാരണം ഒരു കപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവരും ഒപ്പത്തിനൊപ്പം വന്നേനെ. എന്തായാലും ഭാഗ്യദേവത ഇവരെ കടാക്ഷിച്ചില്ലെങ്കിലും എല്ലാവരും നിങ്ങൾ 4 പേരും ഏറ്റവും മനോഹരമായിട്ടും ആത്മാർത്ഥമായിട്ടും ഈ മത്സരത്തിൽ പങ്കെടുത്തു. എന്തായാലും ഇവർക്ക് നല്ലൊരു കൈഡി. അപ്പൊ എന്തായാലും ഉഷസ് ടീമിനാണ് 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ 4 പേരുടെ എനർജി സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിലും ഓടി, പ്രത്യേകിച്ച് ആ ചേച്ചി പേരെന്തുവായിരുന്നു? മേരി ജോൺസൺ ചേച്ചിയുടെ എനർജി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രായത്തിലും ഒരു രക്ഷയില്ലട്ടാ. ദൈവമേ, നല്ലൊരു കൈ കൊടുത്ത മേരി ജോൺസൺ ചേച്ചി. അപ്പോൾ എന്തായാലും 2 ടീമുകൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. 1ാം സമ്മാനം ലഭിച്ച ടീമിന് സമ്മാനം കൈമാറാൻ പോവുകയാണ്. ചെയർപേഴ്സൺ ഇല്ലാതെ സമ്മാനം വാങ്ങില്ല എന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ചെയർപേഴ്സണെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയർപേഴ്സണെ കൊണ്ട് കൊടുപ്പിക്കാം അല്ലേ? അതായാലും 1ാം സമ്മാനം കരസ്ഥമാക്കിയിട്ടുള്ള ഉഷസ് ടീമിന് ചെയർപേഴ്സണെ കൊണ്ട് നമ്മൾ സമ്മാനം കൊടുപ്പിക്കാം. നല്ലൊരു കൈഡി വരട്ടെ. എന്തായാലും മുളവാടുത്തെ നിങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റിന് വേണ്ടിയിട്ട് നിങ്ങളെ രസിപ്പിക്കാൻ 2 മിടുക്കന്മാരായിട്ടുള്ള കലാകാരന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. യുവഗായകരിൽ വളരെയധികം ശ്രദ്ധേയനായിട്ടുള്ള ഗായകരാണ്. അവർ 2 പേരെയും വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ അബ്ദുൽ ഷുക്കൂർ ആൻഡ് ബോബിത് സാഗർ. നല്ലൊരു കൈഡി. എല്ലാവരും ഡാൻസ് ചെയ്യാനും താടി തിമിർക്കാനൊക്കെ റെഡി ആയിക്കോളൂ. എല്ലാവരും നന്നായിട്ട് കൈയൊക്കെ അടിക്കണോട്ടോ. അപ്പൊ ഒരു നല്ല കൈഡി കൊടുത്ത ഈ മിടുക്കന്മാർക്ക് റെഡി. അടി റാക്ക് യം മൂക്ക് യം കണ്ണ് യം പല്ല് അടി റസായിലേ അടിച്ചു കൈ. അടി എന്നടി റാക്കമ്മ പല്ലാക്ക് നെടുപ്പ് എന്നെഞ്ച് കുലുങ്കുതടി சிறு கண்ணாடி ஊக்குத்தி மாணிக்க செவப்பு மச்சான இழுக்குதடி அடி என்னடி ராக்க அடி என்னடி ராக்கம்மா பல்லாக்கு நெளித்து என் நெஞ்சு குலுங்குதடி சிறு கண்ணாடி மூக்குத்தி மாணிக்க செவப்பு மச்சானே இழுக்குதடி
கண்ணுக்கு வருத்தமடி ஒரு மீனாட்சி பார்த்தால அவ கண்ணுக்கு வருத்தமடி அரிசிமால மச்சினிய கண்ணாங்கு இடுப்புவோ கையால எடுக்கட்டுவே அத்து அவன் சத்து எம்மத்து அடராக்கமா முத்தோடு முத்தம் தருவே அத்தி என்னடி ராக்கம்மா வல்லாக்கு நெளித்து என் நெஞ்சு குலுக்கு தட்டி சிறு கண்ணாடி மூக்கூத்தி மாணிக்க செவப்பு மச்சா